ഒരു പനി വന്നാൽ മതി പണി കിട്ടാൻ. അതായത് ഒരു ഹോസ്പിറ്റൽ ബില്ല് മതി 20 വർഷത്തെ റിട്ടയർമെന്റ് പ്ലാനിംഗ് അപ്പാടെ തകർത്ത് കളയാൻ. രാജൻ എന്ന എന്റെ ഒരു കസ്റ്റമറിനെ കുറിച്ച് പറയാം. രാജൻ എന്ന ഒരു വ്യക്തിയെ കുറിച്ച് പറയാം. അയാളുടെ വയസ്സ് 62. റിട്ടയർമെന്റ് കോർപ്പസ് ആയിട്ട് 50 ലക്ഷം രൂപയുണ്ട്. എല്ലാം സുഖം. അങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം നെഞ്ചുവേദന വന്നു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഹാർട്ട് സർജറി വേണം. 8 ലക്ഷം രൂപയുടെ ബില്ല് വന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് കോർപ്പസ് 50 ലക്ഷം എത്രയായി മാറും? 42 ലക്ഷമായും കുറയുന്നു. മെഡിക്കൽ ഇൻഫ്ലേഷൻ നമ്മൾ കണക്കാക്കണം. ഇന്ന് 5 ലക്ഷം രൂപയുള്ള സ്ഥാനത്ത് 10 വർഷം കഴിഞ്ഞാൽ 10 ലക്ഷം രൂപയാണ് കൊടുക്കേണ്ടി വരിക. പലരും ഹെൽത്ത് പ്രൊട്ടക്ഷൻ എടുക്കുന്നത് ഒരു ഡിസീസ് വന്നതിന് ശേഷമാണ്. അതുവരെയും ആരൊക്കെ സമീപിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും എനിക്കിപ്പോൾ ആവശ്യമില്ല, എനിക്ക് ആരോഗ്യമുണ്ട് എന്ന് പറഞ്ഞു നടക്കുന്നവരെ ഒരുപാട് കാണാം. പക്ഷേ ഒരു ഡോക്ടർ ഒരു ഡിസീസ് റിവീൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന്റെ ഒരു ട്രീറ്റ്മെന്റ് പറയുന്ന സമയത്താണ് പലരും ഓടി വന്ന് ഹെൽത്ത് ഇൻഷുറൻസ് വേണമെന്ന് പറയുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് ആർക്കും ചിലപ്പോൾ സഹായിക്കാൻ കഴിയില്ല. ഒരു മേജർ കേസ് വന്നാൽ പിന്നെ ഹെൽത്ത് പ്രൊട്ടക്ഷൻ എടുക്കുക എന്ന് പറയുന്നത് അസാധ്യമായി മാറും. അത് തന്നെയുമല്ല, ഒരു വെയിറ്റിംഗ് പീരീഡ് ഏത് സ്കീം എടുത്താലും ഉണ്ടാകും. എല്ലാവരും വിചാരിക്കുന്നത് ഇന്ന് സ്കീം എടുത്താൽ നാളെ മുതൽ അത് ഉപയോഗിക്കാമെന്നാണ്. പക്ഷേ ഒരു കമ്പനി നിങ്ങളെ വിശ്വസിക്കാൻ ഒരു സമയമെടുക്കില്ലേ? 30 ദിവസത്തെ വെയിറ്റിംഗ് പീരീഡ് അവിടെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഹെൽത്ത് പ്രൊട്ടക്ഷൻ വളരെ നേരത്തെ തന്നെ നമ്മൾ എടുത്തിരിക്കണം. ഈ 30 ദിവസത്തിനുള്ളിൽ ഏതെങ്കിലും ഡിസീസ് വന്നാലോ നമ്മളുടെ സേവിങ്സ് ആണ് നഷ്ടപ്പെട്ടു പോകുന്നത്. ഹെൽത്ത് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് റിട്ടയർമെന്റ് പ്രൊട്ടക്ഷൻ ആണ്, അതൊരു എക്സ്പെൻസ് അല്ല. നിങ്ങളുടെ റിട്ടയർമെന്റ് കോർപ്പസിനുള്ള ഒരു ബോഡി ഗാർഡാണ് ഹെൽത്ത് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ റിട്ടയർമെന്റ് ഫണ്ട് ബിൽഡ് ചെയ്യുകയല്ല ആദ്യം വേണ്ടത്, അതിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള സംവിധാനമാണ് ആദ്യം ഉണ്ടാക്കേണ്ടത്. നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് അറിയണമെന്നുണ്ടോ? താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. എന്റെ ഫിനാൻഷ്യൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് മനസ്സിലാക്കുക. എവിടെയാണ് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗ്യാപ്പ് ഉള്ളതെന്ന് മനസ്സിലാക്കുക. എന്റെ ഗൈഡൻസോട് കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്ലാനിംഗ് റെഡിയാക്കാനും സാധിക്കും.